പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻസി ആൻ്റണി. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കൂടെ വന്നിരുന്ന ഹസ്ബൻഡ് ഉണ്ണി സിസിലിയ. ഞാനിവിടെ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് വന്നത്. അപ്പം ഞങ്ങൾ സമർപ്പിച്ച നിയോഗം പപ്പയ്ക്കും അമ്മയ്ക്കും വിസ കിട്ടണം, കാരണം എൻ്റെ ഡെലിവറിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഹസ്ബൻഡിന് NHS ഒരു ജോലി കിട്ടണം എന്നായിരുന്നു. 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വിസ റെഫ്യൂസൽ ലെറ്റർ വന്നു. 2 പേരുടെയും വിസ റെഫ്യൂസ്ഡായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് C-സെക്ഷൻ ഡെലിവറി കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഹസ്ബൻഡിന് ചിക്കൻ ബോക്സ് വന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്ന ഉടനെ എനിക്കും ചിക്കൻ ബോക്സ് വന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം 90% ഉറപ്പ് പറഞ്ഞു കുഞ്ഞിനും ചിക്കൻ ബോക്സ് വരും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സ്ഥിരം പ്രാർത്ഥിക്കാറുണ്ട്. അതുകൂടാതെ ആ സമയങ്ങളിൽ ഞാൻ ഓൺലൈനിൽ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിലും 9 days ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടായിരുന്നു. ആ സമയത്ത് വിവാഹാശീർവാദത്തിൽ പറയുന്ന പോലെ ഒരുപാട് സുഹൃത്തുക്കൾ നൽകി, അതേപോലെ എനിക്കാണെങ്കിലും മാനസികമായിട്ടൊരു ധൈര്യമൊക്കെ നൽകി ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. അപ്പം 99% വരുമെന്ന് പറഞ്ഞ ചിക്കൻ ബോക്സ് എൻ്റെ ഉണ്ണിക്ക് ഒരു കുഴപ്പമില്ലാതെ, എൻ്റെ മോൾക്ക് ചിക്കൻ ബോക്സ് ഒന്നും ഇല്ലാതെ ആ സന്ദർഭത്തിലൂടെ കടന്നുപോയി. പിന്നെ അതിന് 5 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വിസ വീണ്ടും അപ്ലൈ ചെയ്ത് അത് കിട്ടിയത്. ഞാൻ തിരിച്ച് ജോലിക്ക് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു NHS അടുത്ത ഹോസ്പിറ്റലിൽ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പക്ഷെ ഞാൻ സ്പോൺസർഷിപ്പിലുള്ളതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര സാധ്യത കുറവായിരുന്നു. അപ്പം ഞാൻ കുറേ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇല്ല, കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ, ആ വീടിൻ്റെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എല്ലാറ്റിനും പറ്റണ പോലെ ഒരു ജോലി എനിക്ക് സ്പോൺസർഷിപ്പോട് കൂടി കിട്ടി. അതിലേറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിസ December 15 എക്സ്പയർ ആവുന്നു. അതിൻ്റെ 5 ദിവസം മുമ്പാണ് എനിക്ക് പുതിയ വിസ NHS സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് കിട്ടിയത്. അതിനുശേഷം പിന്നെ വീണ്ടും ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ഞാൻ പ്രാർത്ഥന വെച്ചായിരുന്നു. ഉണ്ണി ജനിച്ച് 28 ദിവസം കഴിയുന്നതിന് മുമ്പേ ഹസ്ബൻഡ് പുതിയ ജോലിയിൽ പ്രവേശിച്ചു. അപ്പം ഞങ്ങൾ 2 പേരും NHS ജോലി ചെയ്യണത്. അതുകൂടാതെ പിന്നെ പപ്പയുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പപ്പയുടെ വിസ 2 തവണ റെഫ്യൂസ് ആയതുകൊണ്ട് ഇനിയൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഏജൻസികളും റെഫ്യൂസ് ചെയ്തു. അവരിനി വീണ്ടും സബ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെയായിരുന്നു വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. പക്ഷേ പപ്പയ്ക്ക് ജനുവരിയിൽ വിസ കിട്ടുകയും January 27 പപ്പ ഇവിടെ വരികയും ചെയ്തു. ഞാൻ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് പപ്പയുടെ അമ്മയുടെയും കൂടെ ആണ്. ഈശോയ്ക്ക് വലിയ നന്ദി. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. അവിടത്തേക്ക് ആ വചനം എല്ലാവരും ഏറ്റു പറഞ്ഞ് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കാര്യമാണ്. പക്ഷേ ഈ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. രോഗങ്ങൾ, തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ജോലിപരമായുള്ള തടസ്സങ്ങൾ, വിസ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. നമ്മളെന്ത് വിശ്വസിക്കണം? ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വചനം ഒന്നുകൂടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് മർക്കോസ് 10:27 ഉറക്കെ വായിച്ച്, യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, ഇത് അസാധ്യമാണ്, അങ്ങനെയല്ല, അവിടുത്തേക്ക് എല്ലാം സാധിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഗാനത്തോട് ചേർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. നന്നായി കരങ്ങളടിച്ച്. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധനാ. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധനാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും കൂടെ ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ.
അടുത്ത ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. എൻ്റെ പേര് ഡിഗ്മ. ഞങ്ങൾ ബ്രിജൻറ്റീനാണ് വരുന്നത്. എൻ്റെ രണ്ടാമത്തെ മകന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എൻ്റെ മോന് 4 മാസം മുതൽ അവന് ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു. ചെറിയ കുട്ടിയാണ് രണ്ടാമത്തെ കൊച്ചിനല്ലേ? ചെവിയിൽ നിന്ന് പഴുപ്പ് വരായിരുന്നു. എല്ലാ മാസവും GP-യുടെ അടുത്ത് പോകും. അവർ ആൻറ്റിബയോട്ടിക് തരും, മാറില്ല, വീണ്ടും പോവും, രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് തരും. ഞങ്ങൾ നാട്ടിൽ പോയിട്ടും കാണിച്ചു, അവിടെയും ശരിയായില്ല. എല്ലാ മാസവും 2 പ്രാവശ്യം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുക. ചെവിയിൽ നിന്ന് പഴുപ്പ് വരാ, കൊച്ചി രാത്രിയിൽ കരയുക, ചെവിയിൽ നിന്ന് പഴുപ്പ് വന്ന് കൊച്ചിന് ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 14 ഇവിടെ ധ്യാനത്തിന് വന്നു. ഞങ്ങളത് ഈ കാര്യം ഞങ്ങളെ ബിനോയ് അച്ഛനോടും പറഞ്ഞു. ബിനോയ് കരിമ്പരുതയിൽ അച്ഛൻ ഡിസംബർ മാസത്തിൽ നമ്മുടെ ഇവിടെ ധ്യാനത്തിൽ അഭിഷേകിനി കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് അവർ ആ കാര്യം പറഞ്ഞു. ഞങ്ങളെ പിന്നെ കൊണ്ടുവന്ന റീജ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോടും പറഞ്ഞു. ആ ചേച്ചിയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് കൊച്ചിൻ്റെ പനിയും വന്നു, വീണ്ടും പഴുപ്പ് വരാണ്. ഞങ്ങൾ വീണ്ടും ANE പോയി. ഡോക്ടർ പറഞ്ഞു പിള്ളേർക്ക് ഇത് വരും എന്ന് പറഞ്ഞു. ഞങ്ങളെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. പിറ്റേ ദിവസം റീജ ചേച്ചി ഞങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു ചേച്ചി കുറവില്ല, ഇപ്പോഴും പഴുപ്പ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ റീജ ചേച്ചി പറഞ്ഞു ഞങ്ങൾ ബിനോയച്ചൻ അന്ന് യൂത്തിൻ്റെ ഒരു ധ്യാനം നടത്തണ്ടായിരുന്നു സൺഡേ. അങ്ങനെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാം, ജോസ് ബ്രദറിനോടും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കോള് വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഉച്ചയ്ക്ക് തന്നെ കൊച്ചിൻ്റെ ഇത് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെവിയിൽ നോക്കി, അപ്പോൾ ശരിക്കും ഡ്രൈ ആയിരുന്നു. ഇപ്പം ഇതുവരെ കൊച്ചിന് വന്നിട്ടില്ല. എപ്പോൾ ജലദോഷം വന്നാലും തല കഴുകിയാലും പിറ്റേ ദിവസം കൊച്ചിൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരായിരുന്നു. ഇപ്പം ജലദോഷം വന്നാലും തല കുളിപ്പിച്ചാലും ഇതുവരെ വന്നിട്ടില്ല. യേശുവേ നന്ദി. അവൻ തന്നെ കൈയടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കും. അച്ഛൻ പറഞ്ഞു ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം മുതൽ അതങ്ങ് നിന്നു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. എല്ലാറ്റിനും യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ശിരസിൻ്റെ മുകളിൽ ഈ സമയം കരങ്ങൾ വയ്ക്കാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള മക്കളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓൺലൈനായിട്ടൊക്കെ സംബന്ധിക്കുന്ന മക്കളിലൊക്കെ രോഗാവസ്ഥയുള്ളവരുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തി. കർത്താവെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഞങ്ങളിത് സംബന്ധിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനത്താൽ കർത്താവ് ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവെ, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യായുടെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവരിലുണ്ടായിരുന്നു. ലൂക്ക 5-ാം അധ്യായം 7-ാമത്തെ വചനം കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികളായിട്ട് എല്ലാ മക്കളെയും കർത്താവെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉദരസംബന്ധമായ രോഗാവസ്ഥയുള്ളവർ, ശിരസംബന്ധമായ രോഗാവസ്ഥയുള്ളവർ, പ്രത്യേകിച്ച് അസ്ഥിസംബന്ധമായ രോഗാവസ്ഥ കഷ്ടപ്പെടുന്ന കർത്താവ് എല്ലാ മക്കളിലേക്കും അങ്ങയുടെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിന്റെ എല്ലാ രോഗാവസ്ഥയിലേക്കും യേശുക്രിസ്തുവിന്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുക. തിരുരക്തത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ രോഗികളുടെ മേലും അധികാരമുള്ള, എല്ലാ രോഗത്തിന്റെ മേലും അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിന്മകളെ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ശരീരത്തിലേക്ക് യേശുക്രിസ്തു തിരുരക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, തിരുരക്തത്താൽ കഴുകണമേ. ഈശോയെ, തിരുരക്ത ശരീരത്തെ കഴുകണമേ. യേശുവേ, കരങ്ങൾ ഉയർത്തി, 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഉറക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചേ. യേശുവേ, 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 കഴുകണമേ. യേശുവേ, ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ശരീരത്തെ മുഴുവൻ സമർപ്പിച്ച്
യേശുവേ എന്നെ കഴുകണമേ, ഞങ്ങളുടെ കുടുംബത്തെ കഴുകണമേ കർത്താവേ. പൂർണ്ണമായി എന്നെ കഴുകണമേ, എന്റെ ശരീരത്തെ കഴുകണമേ കർത്താവേ. യേശുവേ എന്നെ കഴുകണമേ, എന്റെ കുഞ്ഞുങ്ങളെ കഴുകണമേ കർത്താവേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ പൈശാചിക ശക്തികളും രോഗപീഠകളും രോഗത്തിന് കാരണമാകുന്ന പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ തടസ്സങ്ങളുള്ള തിന്മകളുടെ ശക്തികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉദരസംബന്ധമായ രോഗപീഠങ്ങൾ, രക്തസ്രാവം ഉത്ഭവിക്കുന്ന രോഗപീഠങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭയത്തിന്റെ അരൂപികളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മകളും അരൂപികളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ഭയത്തിന്റെ അരൂപികൾ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, തലച്ചോർ സംബന്ധമായ രോഗപീഠകൾ, അസ്ഥി സംബന്ധമായ രോഗപീഠകൾ, ക്യാൻസർ രോഗങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. അറ്റാച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിനയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. മർക്കോസ് 16:18 യേശുനാമത്തിൽ ശാസിക്കുന്നു. തിന്മകളും അധികാരവും രോഗത്തിന്റെ പീഡകളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ. വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് 5:16-17 വചനം വായിച്ചു നോക്കുക. യാക്കോബ് 5:16 അല്ലെങ്കിൽ 17 വചനം വായിച്ചു നോക്കി. വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് രോഗസൗഖ്യങ്ങൾ സംഭവിക്കുക. വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് കാര്യവും പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രോഗാവസ്ഥയുള്ള വ്യക്തികളെ നമ്മൾ രോഗീലേപനം എന്ന് പറയുന്ന കൂതാശ ഉണ്ട് നമുക്ക്. നിങ്ങൾക്കറിയാവോ? ആ രോഗീലേപനമുള്ള കൂതാശ അത് ചുമ്മാ ഒരു കൂതാശയല്ല. ഇത് പറയുന്നത് പലർക്കും രോഗീലേപനം എന്നുള്ള കൂതാശയെക്കുറിച്ചുള്ള അറിവ് മരിക്കുമ്പോൾ കൊടുക്കുന്നതാണെന്നാണ്. അങ്ങനെയല്ല. അത് അന്ത്യകൂതാശ മാത്രമല്ല. രോഗീലേപനം എന്ന് പറയുന്നത് ഈശോ നമുക്ക് നൽകിയൊരു കൂതാശയാണ് പ്രിയപ്പെട്ടവർ. ആ കൂതാശയിലൂടെ ദൈവം പല വിധത്തിൽ ഇടപെടുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ ആർക്കെങ്കിലും രോഗാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് രോഗീലേപനം കൊടുക്കുക. രോഗീലേപനം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പുള്ള കുദാശയല്ലെന്ന് അച്ഛൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ക്രിസ്ത്യാനികൾക്ക് തന്നെയുള്ള ഒരു സംശയമാണ്. ഇത് മരിക്കുമ്പം കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഒരു ചിന്ത. അത് വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യേണ്ടത് ആ രോഗാവസ്ഥയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഒരു വൈദികനെ വിളിച്ചുകൊണ്ട് പോവുക. അച്ഛൻ്റെ അടുത്ത് പറയുക, അച്ഛാ ഈ രോഗിക്ക് വേണ്ടി ഒന്ന് കൂതാശ കൊടുത്ത് പ്രാർത്ഥിക്കണം. അച്ഛൻ അവർക്ക് വേണ്ടി രോഗീ ലേപനം എന്നുള്ള കൂതാശ കൊടുക്കും. അത് സൗഖ്യത്തിന് കാരണമായിട്ട് മാറും. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. യാക്കോബിൻ്റെ ലേഖനം 5:15 മുതൽ വായിച്ചു നോക്കിയേ. യാക്കോബിൻ്റെ ലേഖനം 5:15 മുതൽ വായിച്ചു നോക്കിയേ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാപ്പ് നൽകും. 16 വായിച്ചു നോക്കിയേ. 16ാമത്തെ വചനം കൂടെ വായിച്ചു നോക്കി. അപ്പോൾ പൂർത്തിയാവും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സൗഖ്യത്തിന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കുമ്പസാരിക്കണം. ശരീരത്തിൻ്റെ പല പാപക്കറകളും നമുക്കത് രോഗത്തിനും കാരണമാകുന്ന വചനം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കുമ്പസാരിക്കണം. ബോധാവസ്ഥയിലുള്ള എല്ലാവരും നന്നായിട്ട് കുമ്പസാരിച്ചാണ് ഈ രോഗീലേപനം എന്നുള്ള കൂദാശ സ്വീകരിക്കേണ്ടത്. എന്നിട്ട് തുടർന്ന് വചനം പറയുകയാണ്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, ഇത് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള സൗഖ്യം നൽകുന്നൊരു കൂദാശയാണ് രോഗീലേപനം. നമ്മളുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ രോഗീലേപനം എന്നുള്ള കൂദാശ നിങ്ങൾ സ്വീകരിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അടുത്തൊരു സഹോദരിയുടെ സാക്ഷ്യം നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ആനി. ഞാൻ സ്റ്റോക്കൗണ്ടിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മകനെ പഠിച്ചിട്ട് 2 വർഷമായി. അക്കൗണ്ടിങ് ബിസിനസ് സ്റ്റഡി പഠിച്ച് അവന് ഒരു 6 മാസക്കാലം ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. അത് അന്ന് കുറച്ച് നാൾ വർക്കൗട്ടായുള്ളൂ. അതിനുശേഷം വീണ്ടും അവന് ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ട്. അവന് തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അതും സക്സസ് ആയില്ല. എന്നാലും ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ മെറിറ്റല്ല, കർത്താവിൻ വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല, അവിടുത്തെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനമെന്ന്. ആ വചനം എൻ്റെ മനസ്സിൽ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ എല്ലാവരും സാക്ഷ്യം പെടുത്തുമ്പോൾ ജോലി കിട്ടാത്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിൽ കർത്താവിനോട് പറഞ്ഞു, അവനൊരു നല്ല ജോലി നീ കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തോളാം. സാക്ഷ്യം ചെറുതായാലും വലുതായാലും നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് കർത്താവിന് മഹത്വം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ കുറേ ആപ്ലിക്കേഷൻസൊക്കെ അവർ പലയിടത്തും അയച്ചെങ്കിലും അങ്ങനെ വിളിച്ചൊന്നുമില്ല. ഒക്ടോബറിലെ ആപ്ലിക്കേഷന് NHSൻ്റെ ഒരു ഇൻ്റർവ്യൂക്ക് വിളിച്ചു. അവന് ദൈവം അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പേറോൾ സെക്ഷനിൽ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത് ഞങ്ങളുടെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. എല്ലാവർക്കും നന്ദി പറയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഒരു ജോലിപരമായിട്ട് കഷ്ടപ്പെട്ട് ഈ കൺവെൻഷനൊക്കെ വരുന്ന ഒത്തിരി കുടുംബങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. ജോലിപരമായിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ജോലിയില്ലാതെ വരുന്നു. അവർ ഈ ഇങ്ങനെയുള്ള കൺവെൻഷൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന്. 2-ാമത്തെ ഭാഗം വായിച്ചു നോക്കിയേ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. യേശു ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമായത്. നമ്മൾ ജോലിയില്ല, കഷ്ടപ്പാടുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട വ്യക്തികളല്ല വിശ്വാസികൾ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പ് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അവിടെ കർത്താവ് നമ്മളുടെ കെട്ടുകൾ പൊട്ടിക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ സഹോദരി സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിന് മുമ്പ് വന്നിട്ട് കർത്താവേ ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് കർത്താവിനെ വിളിച്ച് സമൂഹത്തോട് ചേർന്ന്, കൂട്ടായ്മയോട് ചേർന്ന്, വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. അവിടെ കർത്താവിനെ വിളിച്ച് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവിടെ കർത്താവ് അവരുടെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിച്ചു മാറ്റി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ, ജോലിപരമായിട്ട് കഷ്ടപ്പെടുന്ന പല കുടുംബങ്ങളുണ്ട്. ജോലിപരമായിട്ടെന്ന് പറഞ്ഞാൽ വിസാ തടസ്സങ്ങൾ, പലതരത്തിലുള്ള ജോലി തടസ്സങ്ങൾ. പ്രത്യേകിച്ച് കുറേ നാളുകളായിട്ട് ഒരു ജോലി ചെയ്തിട്ട് ഉയർച്ചയില്ല. അച്ഛൻ ഓർക്കുന്നുണ്ട്, ബാംഗ്ലൂർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർ 10-17 വർഷമായിട്ട് അവർ ആ ജോലി സ്ഥാപനത്തിൽ അവർ ജോലി ചെയ്യുകയാണ്. മറ്റുള്ളവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഈ മനുഷ്യന് മാത്രം ഒരു പ്രൊമോഷനും കിട്ടുന്നില്ല. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെയുള്ള കൺവെൻഷൻ വന്നിട്ട് കർത്താവേ എനിക്കൊരു പ്രൊമോഷൻ വേണമെന്നും പറഞ്ഞിട്ട് ഉറക്കെ അങ്ങ് പ്രാർത്ഥിച്ചു. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ പ്രകാരമാണ് പിന്നത്തെ കൺവെൻഷൻ, അഭിഷേകിനി കൺവെൻഷൻ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫയൽ അങ്ങോട്ട് മാറിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അതിന് ഡബിൾ പ്രൊമോഷൻ, ട്രിപ്പിൾ പ്രൊമോഷൻ എടുത്ത് അടുത്ത പ്രൊമോഷൻ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കൂടുതൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല, 2-3 സ്റ്റെപ്പ് കഴിഞ്ഞ പ്രൊമോഷൻ കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് ബാംഗ്ലൂർ സാക്ഷി അഭിഷേകിനി പറഞ്ഞത് അച്ഛൻ ഓർക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോട് കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് ഇടപെടും. വിസാ തടസ്സമുള്ളവരും വിസാ തടസ്സമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ പഠിച്ചു പക്ഷെ നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചിലപ്പോൾ പറയും, കുഞ്ഞുങ്ങൾ പഠിച്ചു പക്ഷേ നല്ലൊരു ജോലി കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. ഇതൊക്കെ പറയപ്പെട്ടവരെ നമ്മളാൽ ചിലപ്പോൾ ശരിയാക്കാൻ പറ്റാത്ത കാര്യം. പക്ഷേ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ മേഖലകളെല്ലാം കർത്താവ് ക്രമപ്പെടുത്തും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ, പ്രത്യേകിച്ച് ജോലിപരമായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ലേവ്യരുടെ പുസ്തകത്തോട് ലേവ്യരോട് ചേർന്നുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ദേശങ്ങളിലൊക്കെ നമ്മുടെ സഹോദരങ്ങളെ വ്യക്തികളൊക്കെ ജോലിപരമായിട്ട് കഷ്ടപ്പെടുന്ന കർത്താവെ, ഈ സമയം അങ്ങ് ഇറങ്ങി വരണം കർത്താവെ. ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിസാ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ട് മാറിപ്പോട്ടെ.
വിസ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടു മാറിപ്പോട്ടെ. കർത്താവേ, കുറേ നാൾ ജോലി ചെയ്തു, ഒരു ഉയർച്ചയുമില്ല കർത്താവേ. അത്തരത്തിലുള്ള മേഖലയിൽ കഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ അവർ നിവർന്നു നടക്കട്ടെ കർത്താവേ. യേശുനാമത്തിൽ അവർ നിവർന്നു നടക്കട്ടെ കർത്താവേ. കർത്താവേ, ജോലിപരമായിട്ട് ഏതെങ്കിലും തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, പ്രത്യേകിച്ച് ജോലി കിട്ടുന്നില്ല, കുറേ സ്ഥലത്ത് ആപ്ലിക്കേഷൻ വെച്ചു, ജോലി കിട്ടുന്നില്ല, അങ്ങനെയുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ യേശുനാമത്തിൽ ഈ സമയം വിട്ടുമാറിപ്പോട്ടെ കർത്താവേ. നന്നായിട്ട് പഠിച്ചു കർത്താവേ, ഒരു ജോലിയും ഇതുവരെ കിട്ടിയിട്ടില്ല കർത്താവേ. അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന മക്കളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമം വായിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഇവിടുന്ന് നടക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ശമ്പളം കർത്താവേ, കുറേ നാൾ ജോലി ചെയ്തിട്ട് ജോലിപരമായിട്ട് ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല കർത്താവേ, അത് കുറവാണ് കർത്താവേ, കുടുംബത്തിന് തികയുന്നില്ല കർത്താവേ. ശമ്പളത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നിവർന്ന് നടക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ സ്പർശിക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനാൽ സ്പർശിക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങളെ കർത്താവേ കടന്നു വരണമേ കർത്താവേ. നിലവിളി കേൾക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ വിളിച്ച് യേശുവേ, മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ, പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാം തലോടിടണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ, പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാം തലോടിടണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിജയം നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിജയം നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. ഉറക്കെ വിളിച്ച യേശുവേ. ഇരിക്കാം. ഒരു വിശ്വാസി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ പറയുന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ട് ഇരിക്കരുത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബർത്തിമേസിൻ്റെ ഉപമ. അവന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെന്താ പറഞ്ഞത്? നീ അടങ്ങിയിരിക്കുക അല്ലേ? പക്ഷെ അവനെന്താ ചെയ്ത്? കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഒരു വിശ്വാസി അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അവിടെ ഇടപെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചവരുടെ ഉത്തരമാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരിയുടെ സാക്ഷ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മഞ്ജു. ഞാൻ ഉളറാണ്ടണിയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഡിപ്പെൻഡ് വിസയിൽ UK എത്തുന്നത്. ഇവിടെ വന്ന് 13 വർഷത്തോളം ഞാൻ മിഡിൽ ഈസ്റ്റ് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് ജോലിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ബാൻഡ് 2 ബാൻഡ് 3 എനിക്ക് ജോലിക്ക് കയറാം, ഉടനെ തന്നെ കയറാമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് 13ഓളം ആപ്ലിക്കേഷൻ ഞാൻ NHSൽ സബ്മിറ്റ് ചെയ്തിട്ടും 13 ആപ്ലിക്കേഷൻ NHSൽ എല്ലാം റിജക്ഷനായിരുന്നു. അങ്ങനെ ഞാനിവിടെ സെക്കൻഡ് സാറ്റർഡേ വന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു NHSലൊരു ജോലി കിട്ടുവാണെങ്കിൽ ദൈവത്തിനൊരു സാക്ഷിയാകാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വിട്ട 3 ആപ്ലിക്കേഷനും അക്സെപ്റ്റ് ആകുകയും 3 സ്ഥലത്ത് ഉടനെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും 3 സ്ഥലത്തും ഞാൻ ഇൻ്റർവ്യൂ സെലക്ഷൻ ആകുകയും ചെയ്തു. 13 ആപ്ലിക്കേഷൻ വെച്ചു. ഇവിടെ വന്ന് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, പിന്നെ 3 എണ്ണം കിട്ടി അല്ലേ? 3 സെലക്ഷൻ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഭാഗത്തുള്ളവർ മാത്രം ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മോശമില്ല. ഇനി ഇവിടെയുള്ളവർ മാത്രം പറഞ്ഞേ. നിങ്ങൾ കുറച്ചും കൂടെ ശരിയാവുണ്ട്. രണ്ടുപേരും കൂടെ ഉറക്കെ പറഞ്ഞേ. അടുത്തൊരു കുടുംബത്തിന്റെ സാക്ഷ്യം നമുക്ക് ശ്രമിക്കാം. എൻ്റെ പേര് പ്രിയ, ഹസ്ബൻഡ് സൈജു. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് സാംസൺ അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ റുമാറ്റോ ആർത്രൈറ്റിസിൻ്റെ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ കയറി വന്നത്. ഹസ്ബൻഡിന് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ആരാധനയെ വിളിച്ചു പറഞ്ഞു ആർത്രൈറ്റിസ് രോഗം സൗഖ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് ഹസ്ബൻഡാണെന്നുള്ളത്. പിന്നെ ഹസ്ബൻഡിനെ ടെസ്റ്റ് ചെയ്തപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ നോർമലാണ്. ഇപ്പം അച്ഛന് താമസിച്ചുള്ള ധ്യാനമാണോ? അല്ല, ഇവിടെ സെപ്റ്റംബർ മാസത്തിൽ. അങ്ങനെ ഹസ്ബൻഡിന് പൂർണ്ണമായ സൗഖ്യം കിട്ടി. പിന്നെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. 6 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പം കുറേ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പം നാവിൻ്റെ നിയന്ത്രണം എന്നൊരു വചനം കിട്ടി. പക്ഷേ ഞങ്ങളത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. 6ാമത്തെ പ്രാവശ്യം അത് അത്ര സീരിയസ് ആക്കാതെ എടുത്തത് കൊണ്ട് ആ ടെസ്റ്റും ഫെയിലായി. അപ്പം പിന്നത്തെ ഓൺലൈൻ കൺവെൻഷനിൻ്റെ സമയത്ത് ബിനോയ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു പല പ്രാവശ്യം ടെസ്റ്റുകൾ എഴുതിയിട്ട് പാസ്സാകാത്ത 2 പേര് ടെസ്റ്റ് പാസ്സാകുന്നുണ്ടെന്ന്. അപ്പം ഞാനത് ഹസ്ബൻഡായിരിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ടെസ്റ്റിൽ ഹസ്ബൻഡ് പാസ്സായി. 7ാമത്തെ തവണയാണ് പാസ്സായത്. അതായത് ഞങ്ങൾ നാവിൻ്റെ നിയന്ത്രണം അത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. പിന്നെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെയും അപ്പോൾ ആ വചനം കിട്ടിയപ്പോൾ എനിക്കത് തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ബൈബിൾ എടുത്തപ്പോൾ കിട്ടിയത് സങ്കീർത്തനം 34, സന്തുഷ്ടമായ ജീവിതം ആഗ്രഹിക്കുകയും ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 7ാമത്തെ പ്രാവശ്യം ഹസ്ബൻഡ് പാസ്സായി. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡ് സിവിയറായിട്ട് ബാക്ക് പെയിനും ലെഗ് പെയിനും വന്നു. അപ്പം സെയിൽസ് ബ്രദറിൻ്റെ ഓൺലൈൻ ധ്യാനം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അപ്പം ഞാൻ ഓൺലൈൻ ധ്യാനമല്ല, അത് നമുക്ക് എല്ലാ 3ാമത്തെ ശനിയാഴ്ചകളിലും വൈകുന്നേരം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ നമ്മൾ AFCM ചെയ്യുന്നുണ്ട്. അതിൽ ആ ശുശ്രൂഷയിൽ നമ്മളുടെ സഹോദരങ്ങൾ നിങ്ങൾക്ക് സംബന്ധിക്കാമെന്നുള്ള സൂമിൽ ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷയാണിത്. എല്ലാ 3ാമത്തെ ശനിയാഴ്ചകളിലും വൈകിട്ട് 6:30 മുതൽ 8:30 മണി വരെ ശുശ്രൂഷയുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ളവർക്കും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാവുന്നതാണ്. ആ ശുശ്രൂഷയിൽ ഈ കുടുംബം സംബന്ധിച്ചു. അത് പങ്കെടുത്ത് ഞാനിങ്ങനെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ബ്രദർ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു ഇതുപോലെ സിവിയർ ബാക്ക് പെയിനും ലെഗ് പെയിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ രോഗം സൗഖ്യമാക്കുന്നു എന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഒട്ടും നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, സിക്ക് ലീവ് എടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പം നടക്കാനും സാധിക്കുന്നുണ്ട്, ബാക്ക് പെയിൻ ഒട്ടുമില്ല. അതുപോലെ തന്നെ ബ്രദർ അന്നേരം അനൗൺസ് ചെയ്തു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് പേർക്ക് ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്നും സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ ഫാമിലി മുഴുവൻ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. എഴുന്നേറ്റ് നിൽക്കാം, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചു. നമ്മൾക്കും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ശ്രവിക്കുമ്പോൾ നമുക്കൊരാഗ്രഹമാണ്, കർത്താവേ എൻ്റെ കുടുംബത്തെയും നീ ഒന്ന് അനുഗ്രഹിക്കണേ. ഇതുപോലെ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. എൻ്റെ കുടുംബത്തെയും കർത്താവെ നീ ഒന്ന് അനുഗ്രഹിക്കണം. നമ്മളങ്ങനെ ആഗ്രഹിക്കണം. അതിനൊരൊറ്റ കാര്യമുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കണം. അപ്പസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാമത്തെ വചനം. അപ്പസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാമത്തെ വചനം പറയുകയാണ്. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിനേക്കാളും വലിയൊരു വചനം നമുക്കിനി ലഭിക്കുവാനില്ല. നമ്മുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം ഇവിടെയുണ്ട്. എന്താ ചെയ്യേണ്ടത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. 2 പേരും 2 കാര്യങ്ങളും സംഭവിക്കും. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നത്തിലേക്കും കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവെ നീ ഇറങ്ങി വരണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവെ ഇറങ്ങി വരണം. നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ കർത്താവെ. കരങ്ങൾ ഉയർത്തി യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം കൊടുത്ത് ഉറക്കെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവിനെ വിളിക്കുക. Call that beautiful name Jesus.
ജീസസ് ജീസസ്. യേശുവിന്റെ നാമത്തെ വിളിക്കുക. യേശുവിന്റെ നാമത്തെ യേശു യേശു എന്ന് വിളിക്കുക. നീ വിശ്വാസം സ്വീകരിച്ചവനാണോ? മാമോദിസ സ്വീകരിച്ച വ്യക്തിയാണോ? ഒന്നും നോക്കണ്ട പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷയുണ്ട്. യേശു നാമത്തെ വിളിക്കുക. ഉറക്കെ യേശുവേ 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 യേശുവേ.